നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള മഷ്റൂം ഫ്രൈ ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ മഷ്റൂം, ഓണിയൻ ആൻഡ് 1 ചില്ലി. പിന്നെ വേണ്ടത് കോക്കനട്ട് ഓയിൽ, പെപ്പർ പൗഡർ ആൻഡ് ടർമറിക് പൗഡർ ആൻഡ് സോൾട്ട് ആവശ്യത്തിന്. പെപ്പർ പൗഡറിന്റെ ടേസ്റ്റ് ആണ് നമ്മൾ അതിനകത്ത് കൂടുതലായിട്ട് നീക്കേണ്ടത്. ആ പെപ്പറിന്റെ ടേസ്റ്റ് ആണ് മഷ്റൂം ഫ്രൈയിൽ വരേണ്ടത്. അതുകൊണ്ട് അതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വയ്ക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ മതി. അതൊഴിച്ച് ഒന്ന് ചൂടായി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സവാള ഓണിയനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓണിയൻ ഒന്ന് വഴന്ന് വരുന്നവരെ, ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട, ഒന്ന് വഴന്ന് വരുന്നവരെ എന്ത് ചെയ്യുക, ഇളക്കുക. എളുപ്പത്തിൽ വഴന്ന് വരാൻ കുറച്ച് ഉപ്പിട്ടാൽ മതിയാകും. ഉപ്പിടുമ്പോൾ നമ്മൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കുക. ഇളക്കി ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇനി അതിലേക്ക് ഇടേണ്ടത് നമ്മുടെ മഷ്റൂമും പിന്നെ നമ്മുടെ പച്ചമുളകും മഷ്റൂമും കൂടി ഇടുക. പച്ചമുളകും മഷ്റൂമും കൂടി ഇട്ട് ഒന്ന് ഇളക്കുക. ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ നിന്ന് തന്നെ വെള്ളം വരും. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ വേവുന്നതാണ്. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അതൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യുക, കുറച്ച് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും ഇടുക. പെപ്പർ പൗഡർ കുറച്ച് കൂടുതൽ ഇടാം നമുക്ക്, കാരണം അതിൻ്റെ ടേസ്റ്റാണ് അതിനകത്ത് മുമ്പിൽ നിൽക്കേണ്ടത്. അതുകൊണ്ട് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇടുക. പെപ്പർ പൗഡറും ടർമറിക് പൗഡറും ഇടുക. അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം എന്താണ്, മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതിൽ നിന്ന് തന്നെ അത് പാടും. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ ഒരുപാട് നേരം ഒന്നും വേണ്ട, 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാകും. അതിന് എന്ത് ചെയ്യുക, ഇനി അതിനെ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് ഒരു മിനിറ്റ് പോലും വേണ്ട അടച്ചു വയ്ക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് തുറക്കാം. കാരണം അതിനധികം വേവുള്ളതല്ല മഷ്റൂം. അപ്പോൾ അത് തുറക്കുക. തുറന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ഒന്ന് കുറച്ചുകൂടി ഇട്ടൊന്ന് ഇളക്കുക. ജലാംശം ഒന്ന് വറ്റുന്നത് വരെ ഇട്ട് ഇളക്കുക. അതിനുശേഷം അത് തുറന്നിട്ട് ഇനി ജലാംശം ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. ജലാംശം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിക്കാവുന്നതാണ്. നമ്മൾ ഈസി ആയിട്ടുള്ള മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയുമാണ്. നമുക്ക് ചോറിനോടോ ചപ്പാത്തിയോടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി